പ്രശാന്ത് ഏട്ടാ, കുറേ നാളായിട്ട് കേൾക്കുകയാണ് ഈ പവർ ഗ്രൂപ്പ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ പവർ ഗ്രൂപ്പ്? ദിലീപാണോ, മോഹൻലാലാണോ, മമ്മൂട്ടിയാണോ? പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പറയുന്ന ആൾക്കാർക്കൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പവർ ഗ്രൂപ്പിനെതിരെ പറയുന്ന ആൾക്കാർക്കെതിരെ വരുന്ന വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന്, മാപ്ര, മട്ടാഞ്ചേരി മാഫിയ, സംശയം ഇത് മൂന്നും ചേർന്നതാണ് പവർ ഗ്രൂപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ, വലിയ മാധ്യമ സിംഗമാണ്, മനസ്സിലല്ലേ, ഈ ദുർഗാദേവി അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ BJP അവർക്കെതിരെ ഒന്ന് പ്രതിഷേധിച്ചതാണ്. അന്ന് മേജർ രവി പറഞ്ഞിരുന്നത് ഇവരുടെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പു എന്നാണ് പറഞ്ഞിരുന്നത്. അത്രേ പറഞ്ഞു, പ്രതിഷേധമാണ്, അത്രേ പറഞ്ഞോളൂ. അതിൻ്റെ പേരിൽ BJP എന്നെ ആക്രമിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞ് അന്ന് ചവർ സ്റ്റോറിയിലേക്ക് ഒതുങ്ങിയതാണ് ഇവർ. അതിനു മുമ്പ് ഡിബേറ്റൊക്കെ എടുക്കുമായിരുന്നു. അതിനുശേഷം ചവർ സ്റ്റോറിയിലേക്ക് അവർ മൊത്തത്തിൽ അങ്ങ് ഒതുങ്ങി, പിൻവാങ്ങി. അപ്പോൾ കഴിഞ്ഞ ദിവസം റീമ കല്ലിങ്കലുമായിട്ട് ഇവർ അഭിമുഖം നടത്തുന്നതിനിടെ റീമ പറയുകയാണ്, നിങ്ങൾ എന്തിന് എൻ്റെ വാർത്ത കൊടുത്തു? റീമ അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് കൊള്ളാം. അതായത് നിങ്ങൾ കൊടുക്കേണ്ട വാർത്ത ഇതായിരുന്നു. മോഹൻലാൽ ഫഹദ് ഫാസിലിനെ തകർക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു എന്ന് സുചിത്ര പറഞ്ഞ വാർത്തയായിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ കൊടുത്തത് സുചിത്ര എനിക്കെതിരെ പറഞ്ഞ വാർത്തയാണ് എന്നുള്ളൊരു വലിയ രീതിയിലുള്ളൊരു സംഭവമാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ അടങ്ങുന്ന ഇവരാണ് എന്ന് പറയുന്നുണ്ട്. എന്താ തോന്നുന്നു? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കിട്ടിയ അടിയുടെ ആ വേദന ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവര് വളരെ മര്യാദയ്ക്ക് റീമാ കല്ലിങ്കലിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. പണ്ട് കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ അത് വേണ്ട, അല്ലെങ്കിൽ പറയണ്ട പോട്ട്. പണ്ട് എറണാകുളത്ത് വെച്ച് ഇവരുടെ ആദ്യ കാലത്ത് റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് പുറകോട്ട് പരിശോധിച്ചാൽ അറിയാം കിട്ടിയ അടിയും അന്ന് പിന്നെ അവസാനം അനുഭവിച്ച കാര്യങ്ങളും. പണ്ട് മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന അടിയൊന്നും പുറത്തു വന്നില്ലല്ലോ. ഈ വീഡിയോ ഉള്ള സമയത്ത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായിട്ടുള്ള ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ കോഴിക്കോട്, ഇപ്പൊ റീജിയണൽ ഹെഡ് ആയിട്ടിരിക്കുക. അയാളെ EP ജയരാജ് ഓട്ടിച്ചിട്ട്, EP ജയരാജ് നമ്മുടെ P ജയരാജ് ഓട്ടിച്ചിട്ട് അടിച്ചു. അത് കണ്ണൂർ ഗ്രൗണ്ടിൽ അടിക്കും. അത് അങ്ങനെയല്ലോ. ഇത് മതമൂല്യവാദികളെന്ന് വിചാരിക്കുന്ന പറ്റുന്ന ആൾക്കാരുടെ ഇന്ന് അടി കിട്ടിയത്. അതായത് ഒരു രാജ്യത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം അത് നമുക്ക് ഒരു ടോക്ക് തന്നെ ചർച്ച ചെയ്യാം. അതായത് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം ചെയ്തു, അത് റിപ്പോർട്ട് ചെയ്തതിന് ആടി മേടിച്ചു. അവസാനം ആരുമില്ല, മാധ്യമങ്ങളുമില്ല, ഗവൺമെന്റിലും ഒന്നുമില്ല. അത്രയ്ക്ക് ശക്തമാണ്. അതാണ് ഞാൻ പറയുന്നത്. ചില ഇതിനകത്ത് ഇപ്പൊ വന്നേക്കുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ശരിയാ. മയക്കുമരുന്ന് മാഫിയ, ആ മാഫിയ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. അത് മട്ടാഞ്ചേരി മാഫിയെ നിയന്ത്രിക്കുന്നു. മയക്കുമരുന്ന് മട്ടാഞ്ചേരി മാഫിയെ നിയന്ത്രിക്കുന്നു. മാപ്രകളെ നിയന്ത്രിക്കുന്നു. ഇവിടുത്തെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നു. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒരു ചെറിയ കണ്ണിയായിട്ട് വരുന്ന ആൾക്കാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പുറത്ത് വെളിയിൽ വന്നു. ഇവിടുത്തെ മാഫിയകളും മട്ടാഞ്ചേരി മാഫിയയും മാപ്രകളും ഒക്കെ വിചാരിച്ചണക്കുകയും ഇവിടുത്തെ യൂട്യൂബ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാനലുകൾ എടുത്ത് വെളിയിലിട്ടപ്പോൾ ചിലർക്ക് നിവർത്തി കെട്ടപ്പോൾ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു. ഇന്റർവ്യൂ ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂകൾ ഓരോ ചാനലുകളും കണ്ടക്ട് ചെയ്ത് എന്തിനു വേണ്ടിയാണെന്നറിയാം? ഇവരെ വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. റിപ്പോർട്ടർ വരെ വെളുപ്പിക്കാൻ വേണ്ടിയാ നോക്കിയത്. ആ ഇന്റർവ്യൂ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ കൊടുക്കുന്ന ഇന്റർവ്യൂ കണ്ടില്ലയോ? സിന്ധു സൂര്യകുമാർ പ്രധാനമന്ത്രി വന്നപ്പോഴാണ് ഇത്രയും മര്യാദയ്ക്ക് ഇരുന്ന് ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ചാടിയും കഴിക്കുമല്ലേ, അവർ വേറെ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ചവർ സ്റ്റോറിക്കകത്തൊക്കെ അയ്യോ നമ്മുടെ ആ പറച്ചില്, ഇന്ത്യക്കെതിരെയുള്ള ആ നിഗമനങ്ങളും കണ്ടെത്തലുകളും നരേന്ദ്രമോദിയൊക്കെ വാരി കടിച്ച് കുടഞ്ഞ് നശിപ്പിക്കുന്ന ആ പിണറായിക്കെതിരെയും പറയാമല്ലോ. ഈ റീമാ കല്ലിങ്കലിന്റെ ഫ്രണ്ടില് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് പഞ്ചവച്ചടക്കി എന്ത് സൈലന്റ് ആയിട്ടാ സംസാരിക്കുന്നത്. അതങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ? അപ്പം അതിന്റെ പുറകില് എന്താ ധനുഷ്? അതിന്റെ പുറകില് ഇവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഇവരുടെ നാളെ കാലത്തെ ഇവരുടെ ഭക്ഷണത്തിന് നമ്മൾ എവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നത്? നമ്മുടെ ജീവിതം നശിക്കും എന്നുള്ള രീതി വരുമ്പോൾ നമുക്ക് നാളെ കാലത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥ നമ്മൾ അങ്ങനെ വരുമ്പോഴല്ലേ നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കത്തുള്ളൂ. നമുക്ക് ജീവിക്കണ്ടേ, നമ്മൾ ഒതുങ്ങി. അപ്പൊ ഇവരുടെ ഭക്ഷണത്തിൽ കല്ല് വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. റീമാ കല്ലിങ്കലിന്റെയും ആഷിഖ് കപൂറിനെയും പോലെ ഉള്ളവരെ ആവശ്യമില്ലാതെ വലിച്ചു കീറിയാൽ, അല്ലെങ്കിൽ അവരുടെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ, അതുകൊണ്ട് അവരെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ, അതവിടെ നടന്നത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ബുദ്ധിപരമായൊരു നീക്കം. ഇവര് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹേമ കമ്മിറ്റിക്ക് പുറകിൽ
ആരോപണങ്ങൾ വരുന്നു, പ്രേം ആദ്യമേ വീഴുന്നു, രഞ്ജിത്ത്. എന്റെ പൊന്ന് ധനുഷ, രഞ്ജിത്ത് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ചെറുക്കനെ പീഡിപ്പിച്ചു, കുണ്ടനടിച്ചു, അങ്ങനെ ആ ഭാഷ എന്നൊക്കെ പറയാം. ഇതിന്റെ വേറെ കാര്യം, അതിനെക്കാട്ടി വലിയ ഒരു സംവിധായകൻ നമുക്ക് പറഞ്ഞുകൂടാലോ. ആ സംവിധായകൻ ഒരു പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ പോസ്കോ കേസിലെ പ്രതിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ചർച്ച ചെയ്തല്ലേ, അല്ലെങ്കിൽ വന്നതല്ലേ. അന്നേരം ഈ ഇരുന്ന പോസ്റ്റ് തന്നെ പുള്ളിയല്ലേ അന്നിരുന്ന്. ആ കേസ് എന്താ ഇപ്പം വരാത്തെ? ആ കേസ് എന്താ ഒന്ന് ചർച്ച ചെയ്യാൻ പോലും ഈ മാധ്യമങ്ങൾ തയ്യാറാവത്തെ? അല്ലെങ്കിൽ എന്താ ആഷിഖ് പറയാത്തെ, WCC പറയാത്തെ? അപ്പം ആഷിഖ് കമലിന്റെ കേസ് കമല് അത് വേറെ ചില കാര്യങ്ങളാണ്. പവർ ഗ്രൂപ്പിന്റെ ഒരാളെന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് അത്തരത്തിലുള്ള ആൾക്കാരുടെ കാര്യം പറയാൻ താല്പര്യമില്ല. ചില പ്രത്യേക ആൾക്കാരുടെ പ്രത്യേക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് പറയാൻ താല്പര്യമില്ല. നേരെ മറിച്ച് ഉണ്ണിമൂന്നനായിരുന്നെങ്കിലോ, നേരെ മറിച്ച് മോഹൻലാൽ ആയിരുന്നെങ്കിലോ, നേരെ മറിച്ച് ദിലീപ് ആയിരുന്നെങ്കിലോ ഒക്കെ വന്നേനെ. പിന്നെ സിദ്ദിഖ് എന്ന് പറയുന്ന ആള് ഇതിനകത്ത് വരുന്നില്ല, പിന്നില്ല പെണ്ണ് ഇങ്ങനെ നിന്നുകൊണ്ട് അയാളുടെ പേരിൽ കേസ് വന്നു. മനസ്സിലായി, അയാളുടെ പേര് കേസ് വന്നു. ബാക്കി അൻസിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഒരു മുതുകൻ, പേര് അൻസിലോ, ഒരു പ്രായമുള്ള ഒരാളുണ്ടല്ലോ, സിനിമാ നടൻ. അൻസിലാണോ? അൻസിൽ എന്ന് പറഞ്ഞ ആളില്ലല്ലോ. അൻസിലല്ല, ഒരു പ്രായമുള്ള ഒരാളുണ്ട്, പല്ലുമൊക്കെ പോയി നേരത്തെ ഒരു ഇപ്രാവശ്യം ഒരു അവാർഡ് ഒക്കെ കിട്ടിയ എനിക്കടെ പേരറിയത്തില്ല. അയാളുടെ പേര് വന്നിട്ടില്ല. അയാൾ പരസ്യമായിട്ടല്ലേ സ്ത്രീകളെ ആക്ഷേപിച്ചത്, അയാളുടെ പേര് വന്നിട്ടില്ല. എന്താ പറയാത്തെ? മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ പേര്. ചർച്ച ചെയ്യുകയല്ല, മാധ്യമങ്ങൾ ആഘോഷിക്കും ചിലരുടെ പേര്, ആഘോഷിക്കും. ഇയാളുടെ പേര് പോലും പറയുന്നില്ല. നേരെ മറിച്ച് നേരത്തെ മോഹൻലാലിന്റെ പേരിൽ ഒരു ആരോപണം വരുന്നു, അല്ലെങ്കിൽ ദിലീപിന്റെ പേരിലുള്ള ആരോപണം ഇപ്പോഴും ചർച്ച ചെയ്യില്ലേ? ദിലീപിന്റെ പേരിൽ ഒരു ആരോപണം, ഹേമ കമ്മിറ്റിയിൽ ദിലീപിന് ഒരു പേര് അങ്ങോട്ട് കിട്ടിയില്ല. കിട്ടിയില്ല. അല്ല, ദിലീപിനെ ഒതുക്കി വെച്ചല്ലോ. ഇനിയിപ്പോ ബാക്കിയുള്ളവരോ, ഒന്ന് മോഹൻലാലിനെ കിട്ടുമെങ്കിലോ, അല്ലെങ്കിൽ ഉണ്ണിമൂന്നിനെ കിട്ടുമെങ്കിലോ, അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരെ കിട്ടുമെങ്കിൽ അവരെ മാറ്റി ആ സൈഡിലോട്ട് നീക്കി വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പില്ല. ദിലീപ് ഒരു പരുവത്തിലായിരിക്കുവാണല്ലോ, അപ്പൊ അതിന്റെ പുറകെ നിൽക്കണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഈ പുതിയൊരു ആരോപണം വന്നത്. അത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു ആൾ ആദ്യമേ തന്നെ ഈ വിഷയം വരുമ്പോൾ മോഹൻലാലിലേക്ക് ചുമ്മാതെ പടച്ചു വിട്ടു. എല്ലായിടത്തും ഒന്നും പറയാം അത് മോഹൻലാൽ, അത് ആരാ പറയുന്നത്, അത് മോഹൻലാൽ എവിടുന്ന ശബ്ദം എന്ന് അറിയത്തില്ല, അത് മോഹൻലാൽ. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ടി നടന്നൊരു ചർച്ചയിൽ ആ വേട്ടാവളിയൻ അജിംസ് പറയുകയാണ്, അതിനകത്തൊരു സുഡാപ്പി അവതാരകനുണ്ട്, അവൻ ഭയങ്കര സുഡാപ്പിയ. അവൻ പറയുകയാണ് മോഹൻലാൽ 3000 സ്ത്രീകളുമായിട്ട് ലൈംഗിക മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അത് മോഹൻലാൽ മറ്റേ ജോണി ലൂക്കോസിന്റെ നേരെ ജോലിയിൽ ഇരുന്നപ്പോ മോഹൻലാലിനോട് ജോണി ലൂക്കോസ് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ കോമഡിക്ക് പറയുന്നു അത് 3000 അണ്ണനെ പറ്റി ഇങ്ങനെയൊക്കെ ചില ആരോപണമുണ്ട്. ഞാൻ അന്നേരം എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ പറയാം ശരിയാ, അതില്ലെന്ന് പറയുന്നതിനെക്കാട്ടിൽ ആ സാധനം അടങ്ങാൻ നല്ലതാ. മോഹൻലാലിന്റെ 1000 പേരെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോഹൻലാൽ 1000 അല്ല 5000. ഞാനും കേട്ടോ ഇന്റർവ്യൂ. അല്ല, ഞാനിങ്ങനെ ആലോചിക്കാം, 3000 പേരുമായിട്ട് സ്ത്രീകളുമായിട്ട് മോഹൻലാലിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഒരു ദിവസം സ്ത്രീയുമായിട്ട് എങ്ങനെ കഴിയും? 365 ദിവസത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാല് 365 × 10-15 വർഷം എടുക്കും. എങ്ങനെ പോയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് സമയം കാണത്തില്ല. ഞാൻ ഈ പറയുന്ന ആദ്യമേ വന്നപ്പോ മോഹൻലാലിന്റെ പേര് വലിച്ചഴിച്ചു നോക്കി, ഇങ്ങനെ ചർച്ചകൾ നോക്കി. മോഹൻലാൽ ഈ യുവമാർക്ക് പൈസ ഉണ്ടെന്ന് മയക്കുമരുന്ന് വിൽക്കാനും അറിയത്തില്ല, അതിനെക്കാട്ടി വലിയ ബുദ്ധിമാനാണ് മോഹൻലാൽ. ആ സാമാൻ അതങ്ങ് രാജിവെച്ചു. ഇതായതുകൊണ്ടാണല്ലോ പുള്ളിയുടെ പേരിലോട്ട് വരുന്നത്. രാജിവെച്ചിട്ട് പുള്ളി പറഞ്ഞു ഇത് എല്ലാവർക്കും കൂടെ. പുള്ളി വന്ന് ഇവിടെ വരേണ്ടി വന്നപ്പോൾ പുള്ളി പറഞ്ഞത് എന്തുവാ, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഏറ്റെടുത്തതാ, ഇതൊരു ക്ലബ്ബാ, യൂണിയൻ പോലും അല്ല, എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നതാ. വേണ്ട, ഞാനങ്ങ് മാറിയേക്കാം, ഈ ഒരു വിഷയം മാത്രം എന്നോട് ചോദിക്കണ്ട, ബാക്കി എല്ലാവരുടെ എല്ലാവരുടെ അല്ലേ ഇനി വർത്താനം പറയട്ടെ, സിനിമാ മേഖലയിലുള്ള എല്ലാവരുടെ വർത്താനം പറയട്ടെ, അതിന് മറുപടി പറയട്ടെ എന്നുള്ള രീതി വെച്ചു. അന്നേരം അദ്ദേഹം വേറെ കാര്യം പറഞ്ഞു. ഇത് മാത്രമല്ല, ബലാത്സംഗം മാത്രമല്ല, വേറെ ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ആ വിഷയങ്ങളാണ് ഇപ്പൊ വന്നത് ഞാനീ പറയുന്നത്. അപ്പം ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ആൾക്കാര് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിട്ട് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നതാണ്. പക്ഷെ പാളിപ്പോയെന്ന് പറഞ്ഞാൽ അവര് പണ്ട് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഇപ്പം നടക്കത്തില്ല. കാരണം കാര്യങ്ങൾ ഇവരേറ്റെടുക്കുന്നതിനെക്കാട്ടി ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. ആ സൈലന്റ് ആയിട്ടിരുന്നേ ഉള്ളൂ. ഇതിന്റെ മൂർച്ച കൂടി വന്നപ്പോൾ ഇനി സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിട്ടിട്ടേ കാര്യമുള്ളത് കൊണ്ടുകൊണ്ടാണ് ഇപ്പൊ അതിന് ഇറക്കം വന്നത്. അതുകൊണ്ടാണ് ഈ സംസാരിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് ചർച്ചയാവുന്നത്. മനസ്സിലാവുന്നുണ്ട്.
അപ്പം സിനിമാ മേഖലയിൽ വളരെ ദീർഘകാലം കൊണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന ചില പ്രത്യേക വിഭാഗക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവർ സൃഷ്ടിച്ച ഒരു പേരാണ് പവർ ഗ്രൂപ്പ്. യഥാർത്ഥത്തിലുള്ള പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിലുള്ള പവർ ഇവരുടെ കയ്യിലായി. ഇവർ എന്തിനു നിയന്ത്രിക്കാൻ മീഡിയ പവറും മണി പവറും ഗുണ്ടാ പവർ. അതുകൊണ്ടല്ലേ ഇവർക്ക് പിണറായി വിജയന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മീഡിയ. തമാശയല്ല. കേരളം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പല ഘട്ടങ്ങളിലും കഴിയുന്നില്ല, പക്ഷെ ഇവർക്ക് കഴിയുന്നു. അപ്പൊ അവർ എന്തൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ കണ്ടെത്തി അത് രാജ്യവിരുദ്ധമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ദേശവിരുദ്ധമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിന് വിരുദ്ധമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ട് പോകുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കെതിരായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്തേ മതിയാവത്തുള്ളൂ. അതിന് എത്ര ജോലി ചെയ്താലും നമ്മളെ കൊണ്ടുവക്കുന്ന ജോലി നമ്മളും ചെയ്യണം. ഈ സമൂഹം അതിനു വേണ്ടി ജോലി ചെയ്യണം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ധനുഷ്, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി മാഫിയ, ഈ മാപ്ര മാധ്യമങ്ങളും മയക്കുമരുന്ന് ലോബിയും തന്നെയാണ്. അതിൻ്റെ പുറകിലാണ് ആഷിഖ് അബുവും റീമ കല്ലിങ്ങളും എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അവർ നടത്തുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ അതിനുവേണ്ടിയുള്ള ഫണ്ട് ശേഖരണവും അല്ലെങ്കിൽ ആ വരുന്ന ഫണ്ട് മറച്ചു പിടിക്കാൻ സിനിമ ഉപയോഗിക്കുന്നു ഒക്കെ പറഞ്ഞതിനകത്തൊന്നും കുറ്റമൊന്നുമില്ല. ഇപ്പോൾ ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്താണ് പവർ ഗ്രൂപ്പ്. ഈ 3 മാകൾ ചേരുന്നതാണ് ഈ പവർ ഗ്രൂപ്പ്.